ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രോത്സവം. അത്രമേൽ പ്രൗഢിയും പാരമ്പര്യവുമുള്ള ചരിത്രം. ഫ്രാൻസിലെ കാൻസ് നഗരത്തിൽ നടക്കുന്ന ഈ ചലച്ചിത്രോത്സവത്തിൽ ഇക്കുറി ഇന്ത്യയുടെ ദിവസങ്ങളും പിറന്നു. 3 പതിറ്റാണ്ടിന് ശേഷം പ്രധാന മത്സര വിഭാഗങ്ങളിൽ ഇന്ത്യയുടെ പേര് കാനിലെ വേദിയിൽ മുഴങ്ങിക്കേട്ടു. അതിന് വഴിയൊരുക്കിയത് അനസൂയ സെൻഗുപ്തയും പായൽ കപാഡിയയുമൊക്കെയാണ്. ആവേശവും അഭിമാനവുമെല്ലാം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച താരങ്ങൾ. അതിൽ പ്രധാനി പായൽ കപാഡിയ തന്നെയാണ്. ഇന്ത്യയിലെ ശ്രദ്ധേയയായ യുവ സംവിധായിക. ഓൾ വി ഇമാജിൻ എന്ന 3 സ്ത്രീകളുടെ കഥ പറയുന്ന ചിത്രമാണ് പായലിനെ പുരസ്കാര തിളക്കത്തിൽ എത്തിച്ചത്. ഗോൾഡൻ പാം സ്വന്തമാക്കിയതിലൂടെ കാനിലെ ചുവപ്പ് പരവതാനി വിരിച്ച വേദിയിൽ അഭിമാന തിലകമായി പായൽ. അമേരിക്കൻ നടൻ വയോള ഡേവിസിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ കാനിലെ സദസ്സ് കരഘോഷം മുഴക്കി. മലയാളി സംവിധായകൻ ഷാജി എൻ കരുണിന്റെ സ്വമാണ് ഇതിനു മുമ്പ് കാനിലെ പ്രധാന മത്സര ഇനത്തിൽ മാറ്റുരച്ചത്. 30 വർഷം മുമ്പ് 1994 നമുക്കൊന്നും അത്ര പരിചയമില്ലാത്ത പേരാണ് പായൽ കപാഡിയ. ആരാണ് ഈ യുവ സംവിധായിക? കാനിലെ ഗ്രാൻഡ് പ്രീ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പായൽ. 38-കാരിയായ പായൽ കപാഡിയയുടെ ആദ്യത്തെ ഫുൾ ബ്ലോൺ ഫിക്ഷൻ ചലച്ചിത്രമാണ് ഓൾ വി ഇമാജിൻ. ലോക സിനിമയിലെ മികച്ച 21 ചിത്രങ്ങളോട് മത്സരിച്ചാണ് കപാഡിയയുടെ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാദ്യമായല്ല പായലിന്റെ ചിത്രം കാനിൽ ഇടം നേടുന്നത്. 2021 കാൻ മേളയിൽ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ചിത്രം ഗോൾഡൻ ഐ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. 2017 പായൽ കപാഡിയയുടെ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന ചിത്രമാണ് 70ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഇടം പിടിച്ചത്. 1986 മുംബൈയിൽ ചിത്രകാരി നളിനി മലാനിയുടെ മകളായാണ് പായൽ കപാഡിയ ജനിക്കുന്നത്. ലോകപ്രശസ്ത തത്വചിന്തകൻ ജിതു കൃഷ്ണമൂർത്തി ആന്ധ്രയിലെ ചിത്തൂരിൽ സ്ഥാപിച്ച ഋഷിവാലി സ്കൂളിലായിരുന്നു പഠനം. പിന്നെ മുംബൈയിൽ ഉപരിപഠനം. സെന്റ് സേവിയേഴ്സ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചു, ബിരുദം നേടി. സോഫിയ കോളേജിൽ നിന്ന് മാസ്റ്റേഴ്സും സ്വന്തമാക്കി. പിന്നെയായിരുന്നു സിനിമയിലേക്കുള്ള ചുവടുവയ്പ്. നേരെ പോയത് ഇന്ത്യയിലെ ചലച്ചിത്ര പഠനങ്ങളുടെയെല്ലാം ഈറ്റില്ലത്തേക്കായിരുന്നു, പൂനെയിലേക്ക്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ചു. പായലിന്റെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള വരവിന് പിന്നിലുമുണ്ട് കഠിനാധ്വാനത്തിന്റെ ഒരു കഥ. ആദ്യ തവണ ശ്രമിച്ചിട്ടും പ്രവേശനം കിട്ടാതിരുന്ന പായൽ 2ാം വട്ടം നിശ്ചയദാർഢ്യത്തോടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പടി കടന്നെത്തി സിനിമ പഠിച്ചത്. പായലിന്റെ കലാലയ ജീവിതം സംഭവ ബഹുലമായിരുന്നു. നടനും രാഷ്ട്രീയക്കാരനുമായ ഗജേന്ദ്ര ചൗഹാനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയമിച്ചത് ഇക്കാലത്താണ്. പായലും കൂട്ടുകാരും എതിർപ്പുമായി രംഗത്തെത്തി. അന്നത്തെ പ്രക്ഷോഭങ്ങളിൽ പായലും കേസിൽ പ്രതിയായി. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു പ്രശാന്ത് പത്രാബയെ ഓഫീസിൽ തടഞ്ഞുവെച്ചും പായൽ ക്യാമ്പസിലെ ക്ഷുഭിത യൗവനമായി. ഇതെല്ലാം പായലിന്റെ പഠനകാലം സമരഭരിതമാക്കുകയായിരുന്നു. ഇതിനെല്ലാം വലിയ വിലയും അവർക്ക് നൽകേണ്ടി വന്നു. പ്രക്ഷോഭ നായിക പഠനം പൂർത്തിയാക്കിയത് സ്കോളർഷിപ്പുകളൊന്നും ലഭിക്കാതെയാണ്. ഇതൊന്നും പക്ഷേ പായലിന്റെ സിനിമാ മോഹത്തിന് തടസ്സമായില്ല. സിനിമയെ വരച്ച ജീവിതത്തിൽ അവർ ഓരോ നേട്ടങ്ങളും നടന്നു കയറുകയായിരുന്നു. 2017 പായലിന്റെ ചിത്രം ആദ്യമായി കാനിന്റെ തിരശീലയിൽ തിളങ്ങിയത്. ഹ്രസ്വ ചിത്രം ആഫ്റ്റർനൂൺ ക്ലൗഡ് സ്ക്രീനിങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പായലിന്റെ യാത്ര പ്രതിസന്ധിയിലായിരുന്നു. അന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന ഭൂപേന്ദ്ര കൈന്തോലെയാണ് എല്ലാ സഹായവും നൽകി യാത്രയാക്കിയത്. ജീവിത സായാഹ്നത്തിലെത്തിയ സ്ത്രീയെക്കുറിച്ചുള്ള കഥയായിരുന്നു ചിത്രം. 2021 പായൽ കാൻ ചലച്ചിത്രമേളയിൽ എത്തി. എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ചിത്രവുമായി. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായ ഒരു യുവതി മതം വേറെയായതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ മുൻ ബോയ്ഫ്രണ്ടിന് എഴുതിയ കത്തുകളെക്കുറിച്ചുള്ളതായിരുന്നു ചിത്രം. ആ വർഷം കാനിലെ ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ പാം പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. ഇനി ഇക്കുറി ലഭിച്ച അഭിമാന നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്കുമുണ്ട് സന്തോഷിക്കാൻ ഒരു വക. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം ഒരു മലയാളം ഹിന്ദി ഫീച്ചറാണ്. വളരെ കാലം മുമ്പ് ഭർത്താവ് വേർപിരിഞ്ഞുപോയ പ്രഭയെന്ന മലയാളി നേഴ്സ് അടക്കമുള്ള 3 സ്ത്രീകളുടെ കഥയാണിത്.